ഓ, ഞാനിന്ന് ബർഗറാണോ എന്ന് ചോദിച്ചാൽ ബർഗറല്ല, സാൻഡ്വിച്ചാണോ എന്ന് ചോദിച്ചാൽ സാൻഡ്വിച്ചല്ല, അങ്ങനെ ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിനൊരു പേര് കൊടുത്തു, അതാണ് ബട്ടർഫ്ലൈ സാൻഡ്വിച്ച്. ബട്ടർഫ്ലൈനെ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചതല്ല കേട്ടോ. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും ഞാൻ എന്താ അങ്ങനെ ഒരു പേരിട്ടേന്ന്. ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ, ഒരു 3-4 പീസ് ചിക്കൻ എടുത്ത് മിക്സിയിലെടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, സവോള അരിഞ്ഞത്. പിന്നെ ഞാനൊരു ബ്രെഡ് പാനിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അതൊരു പാറ്റി പോലെ പരത്തിയെടുക്കണം. അപ്പോൾ അത് വേവാത്ത ചിക്കൻ ആയതുകൊണ്ട് അത്യാവശ്യം കനം കുറച്ച് തന്നെയാണ് ഞാൻ പരത്തിയെടുക്കണത്. പക്ഷേ ഞാൻ എത്ര ചാഞ്ഞും ചെരിഞ്ഞും നിന്ന് നോക്കിയിട്ടും എനിക്കത് കറക്റ്റ് ഷേപ്പിൽ പരത്തിയെടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഷേപ്പിലൊന്നുമല്ലല്ലോ കാര്യം, നമ്മുടെ ടേസ്റ്റിലല്ലേ. അപ്പോൾ അതിന് ഞാൻ എന്തായാലും ഗ്യാരണ്ടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ഞാനിനി ഇനിയും പരത്തി പരത്തി നിന്നാലേ ഇച്ച് വന്നാൽ എന്നെ പിടിച്ച് തിന്നും. കാരണം അത്ര വിശന്നിട്ടാണ് വൈകിട്ട് വരിക. അപ്പോൾ ഞാൻ ആ പരത്തിയ സാധനം പാനിലിട്ടിട്ട് 2 സൈഡും മുരിയിച്ചെടുക്കുകയാണ്. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചു. പിന്നെ തിരിച്ചിട്ടു. ഒരു 5 മിനിറ്റ് അങ്ങനെ 2 സൈഡും വേവിച്ചെടുത്തു. പിന്നെ 4 ബ്രെഡ് എടുത്ത് ഞാനൊന്ന് 2 സൈഡും ചൂടാക്കി എടുത്തിട്ട് അതിൽ മയണൈസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സോസ് പരട്ടി കൊടുക്കുന്നുണ്ട്. രണ്ടും ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവോള, ടൊമാറ്റോ ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ബർഗർ പാറ്റി ഉണ്ടല്ലോ, അതും വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ ബ്രെഡ് വെച്ച് കവർ ചെയ്യുക. അതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഇത് ഒന്നും കൂടി പാനിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുത്താലാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് നമ്മുടെ മക്കൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കണേക്കാളും എത്രയോ ഹെൽത്തിയാണ് നമ്മളിത് വീട്ടിലുണ്ടാക്കുമ്പോൾ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മൾട്ടിഗ്രെയിൻ ബ്രെഡാണ്, അതുകൊണ്ട് കുറച്ചും കൂടി ഹെൽത്തിയാണ്. നമുക്ക് സാധാരണ ബ്രെഡ് വെച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കും അങ്ങനെയുള്ള റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കയറി നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.